യുഎഫയും കോൺമബോളും സംയുക്തമായി സംഘടിപ്പിക്കുന്ന മത്സരമാണ് ഫൈനലിസിമ. യൂറോ കപ്പ് ജേതാക്കളും കോപ്പ അമേരിക്ക ജേതാക്കളും തമ്മിലാണ് ഈ മത്സരത്തിൽ ഏറ്റുമുട്ടുക. ഈ വർഷത്തെ കോപ്പ അമേരിക്കൻ ടൂർണമെൻറ്റിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് കപ്പ് ജേതാക്കളായത് അർജന്റീനയായിരുന്നു. ഈ വർഷം യൂറോ കപ്പ് ട്രോഫി ഉയർത്തിയ ടീമാണ് സ്പെയിൻ. ശക്തരായ രണ്ട് ടീമുകൾ കളിക്കളത്തിൽ നേർക്കുനേർ ഏറ്റുമുട്ടുന്നത് കാണാനാണ് ഫുട്ബോൾ ലോകം കാത്തിരിക്കുന്നത്. നിലവിലെ ചാമ്പ്യന്മാർ അർജന്റീനയാണ്. ഇറ്റലിയെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിക്കൊണ്ടായിരുന്നു അർജന്റീന ഫൈനലിസിമ സ്വന്തമാക്കിയിരുന്നത്. കഴിഞ്ഞ 5 വർഷമായി അർജന്റീന 2 മത്സരങ്ങൾ മാത്രമാണ് തോൽവി ഏറ്റുവാങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും മികച്ച ടീം അർജന്റീനയാണ്. ഫൈനലിസിമ നേടുന്നതിൽ സ്പെയിനിൻ്റെ ചാൻസും ഒട്ടും കുറവല്ല. യൂറോ കപ്പിൽ മികച്ച പ്രകടനമാണ് താരങ്ങൾ കാഴ്ചവെച്ചത്. എന്നാൽ മത്സരം ഈ വർഷവും അടുത്ത വർഷവും നടക്കാൻ ഉള്ള സാധ്യത കുറവാണ് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. 2025 കടുത്ത ഷെഡ്യൂളാണ് ടീമുകളെ കാത്തിരിക്കുന്നത്. വേൾഡ് കപ്പ് യോഗ്യതാ മത്സരങ്ങൾ നടക്കാനുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ 2025 തീയതികളിൽ ലഭ്യമല്ല. ലഭ്യമായ ഏക ഡേറ്റ് 2026 മാർച്ചിലെ ഇൻ്റർനാഷണൽ ബ്രേക്കിലാണ്. അതുകൊണ്ട് തന്നെ ഈ മത്സരം 2026 നീട്ടാൻ സാധ്യതയുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. പക്ഷേ സ്ഥിരീകരണങ്ങൾ ഒന്നും വന്നിട്ടില്ല. ഏതായാലും 2026 വേൾഡ് കപ്പിന് മുന്നേ തന്നെ ഈ മത്സരം നടക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. കോപ്പ അമേരിക്കൻ മത്സരങ്ങൾക്ക് ശേഷം ലയണൽ മെസ്സിക്ക് കാലിന് ഗുരുതരമായ പരിക്കും സംഭവിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ആരോഗ്യപരമായ ഔദ്യോഗിക വിവരങ്ങൾ ഒന്നും തന്നെ വന്നിട്ടില്ല.